വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും അല്ലേ? നമ്മളെ കുഞ്ഞുണ്ണി മാഷ നല്ല രസമുള്ളൊരു സെൻറ്റൻസ് ആണ്. ആക്ച്വലി ഖുറാനെ ഇറങ്ങിയത് നിങ്ങൾക്കറിയാം, ഇഖ്റ എന്നുള്ളൊരു പദം കൊണ്ടാണ്, വായിക്കുക എന്നുള്ളൊരു പദം കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. ഖുർആനിലെ ഫസ്റ്റ് വേഴ്സ് അതാണ്, ഫസ്റ്റ് വേർഡ് ഇഖ്റ എന്നുള്ളതാണ്. വായനയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലേ? പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, നമ്മളെ കലക്ടർമാരോട് പറഞ്ഞ് ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്, വെറുതെ കുട്ടികൾക്ക് അവധി കൊടുക്കേണ്ട, ഓൺലൈൻ ആക്കണം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു. നാട്ടിൽ കറണ്ട് ഇല്ലാത്ത കാരണത്താലാണ്, നെറ്റ് സ്ലോ ആയിരിക്കും എന്നൊക്കെയുള്ളൊരു കാരണങ്ങളാണ്. പക്ഷേ ഒരു ചില സ്ഥലങ്ങളിൽ മാത്രം കറണ്ട് ഇല്ലാത്തതെന്ന് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. വളരെ ചെറിയ സ്ഥലങ്ങളിലേ ഉണ്ടാവുള്ളൂ. എങ്കിലും ഒരുപാട് സൊല്യൂഷൻസ് കണ്ടെത്തട്ടോ. നമ്മൾ കുട്ടികളെങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൊതുവേ ഈ കുട്ടികൾക്ക് അവധി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ഓൺലൈൻ ക്ലാസ്സും ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ, ഒന്നെങ്കിൽ അവർ മൊബൈലിൽ കളിച്ചിരിക്കും, അല്ലെങ്കിൽ പുറത്ത് പോകും, വെള്ളം നിറഞ്ഞ സ്ഥലങ്ങളിൽ പോകും, അങ്ങനെ ചില അപകടങ്ങൾ വരുത്തും. അതൊക്കെ തന്നെ ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ ഈ ഒരു ഗാഡ്ജറ്റ്സിൽ നിന്നും, മൊബൈൽ അഡിക്ഷനിൽ നിന്നും മാറ്റാൻ അവർക്ക് വേണ്ട വെച്ചാൽ നല്ല പുസ്തകങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വായിച്ചു വളരട്ടെ കുട്ടികളൊക്കെ, വായനാശീലം അവരിൽ നന്നാക്കി എടുക്കട്ടോ. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കനുസരിച്ചുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചു കൊടുത്താൽ അവരെ മാക്സിമം എൻഗേജ്ഡ് ആക്കുക എന്നുള്ളത്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ റെസ്റ്റ്ലെസ് ആയിരിക്കും. അതുകൊണ്ടാണ് പേരൻസിൻ്റെ മൊബൈൽ ഗാഡ്ജറ്റ്സ് ഒക്കെ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ആവശ്യമുണ്ടാവും. അവരെന്താ, മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാർട്ടൂൺസ് ഇങ്ങനെ കണ്ടു നിൽക്കും, സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് കണ്ടു നിൽക്കുക എന്നല്ലാതെ അങ്ങനെ അവരെ കണ്ണും കേടുവരും, മനസ്സും കേടുവരും, ശരീരമൊക്കെ കേടുവരും അല്ലേ? അപ്പോൾ അവരിൽ നിന്നും വായനാശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് വേണ്ടത്, ഒന്നാമത് ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം നല്ല നല്ല പുസ്തകങ്ങൾ അവർക്ക് വാങ്ങി കൊടുക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ തന്നെ കുട്ടികളെ മാനസിക വളർച്ച ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭൗതിക വളർച്ച ഉണ്ടാകും. ഓഫ് സ്റ്റഡീസിൽ നമ്മുടെ ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞ പോലെ, റീഡ് എ മേക്ക് എ ഫുൾ മാൻ, കോൺഫിഡൻസ് എ റെഡി മാൻ, ആൻഡ് റൈറ്റിംഗ് എൻ എക്സാക്ട് മാൻ, റൈറ്റ്? സോ ലെറ്റ് ദം റീഡ് വെൽ, let them grow well, let them increase the reading skills. Okay.